മാലിനി നദിയിൽ കണ്ണാടി നോക്കും മാനെ പുള്ളി മാനെ. മാനെന്ന് പറഞ്ഞിട്ട് കണ്ണാടിയിൽ മരവന്തിന്റെ മോറാണല്ലോ. ആറ്റുനോറ്റ് അളിയനൊരു വിഗ് തന്നതാ, അതാണെങ്കിൽ തലയിലൊരു ബന്ധുവില്ലാത്തതായിപ്പോയി. എന്നാലും കുഴപ്പമില്ല. എന്റെ ദൈവമേ, കണ്ണൊന്ന് തെറ്റിയാ മതി അപ്പൊ അലമേറിയിരിക്കുന്ന സാധനങ്ങൾ എടുത്തുണ്ടോ. കഴിഞ്ഞ ആഴ്ചത്തെ ബോണ്ട് കൊണ്ടിരിപ്പുണ്ട്. ഒറ്റ കീറിയിറങ്ങി കിട്ടില്ല. 10 കിലോന്റെ കട്ടിക്കടിച്ചുകൂടി ചോര ഒപ്പിച്ചാവുന്നു. വായല് പുട്ട. ഒരു സ്പെഷ്യൽ ചായ എടുത്തേ. സ്പെഷ്യൽ ചായ? സ്പെഷ്യലായി ചായയിൽ ഇപ്പൊ എന്താ സ്പെഷ്യൽ? ഒരു കാര്യം ചെയ്യ്, 25 രൂപ കാശ് നോക്കട്ടെ. എത്ര വേണം ഞാൻ കടം പറയാം. നീ ഒരു വെള്ളം കുറച്ച് ചായ ഇങ്ങെടുത്തേ. പിന്നെ എന്നാ ഉണ്ട് കഴിക്കാനായിട്ട് പൊറോട്ട ഉണ്ട്, ആകെ ഒരു മുട്ടക്കറി ഉണ്ട്. അന്ന് ആകെ ഉള്ള മുട്ടക്കറി ആ പൊറോട്ട എടുത്തിട്ട് വാ. സുന്ദരമായിട്ടൊന്ന് കഴിച്ചിട്ട് തന്നെ രാവിലെ തുടങ്ങാം. ആദ്യം ചായ കുടിക്കേ. ഞാൻ വെള്ളം കുറച്ചൊരു ചായ അല്ലേ ചോദിച്ചു. ഇതിനകത്തൊന്നും ഇല്ലല്ലോ. കയ്യിന്ന് മാത്രമല്ല, തലയിരുന്നാൻ കൂടി തെറിച്ചു പോയി. ഇതാരാണ് ഈ സമയത്ത് വിളിക്കുന്നത്? ആ പറയടി. എന്നു ഇയാളെ കാർ നേരെ കൊണ്ട് തോറ്റുപോയല്ലോ. ആ ഈ നശിച്ച ഓടിച്ചാലും പോകൂലേ. ആകെ ഒരു മുട്ടക്കറി ഉള്ള, അതിനകത്ത് മുട്ട എടുത്തില്ല. ഞാൻ പിന്നെ അത് എന്നെ എടുത്ത് വെക്കാനായിട്ടാ. പെണ്ണുമ്പിള്ള പറഞ്ഞു തന്നതാ. ഇത് ഉണ്ടെങ്കിൽ നീ 7 അയിലന്തരത്തി വരുവേ. അവിടെ ഇരിക്കേ. ആ വെച്ചോ 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 വെച്ചോ. പൊന്നപ്പാ പൊന്നപ്പാ. ഓ ഞാൻ നിന്നോട് പൊട്ടക്കറി അല്ലേ ചോദിച്ചത്? അതെ. നീ എന്തിനാ ഈ തലക്കറി കൊണ്ട് വെച്ചിരിക്കണത്? തലക്കറിയാ? അയ്യോ തലക്കറിയല്ല, അളിയന്റെ തലേ. ഞാൻ കാക്ക വരാതിരിക്കാനായിട്ട്. ശാപം പിടിച്ചൊരു ദിവസമാടാവി. ഇപ്പൊ വൈഫ് വിളിച്ചിരിക്കണ്, അമ്മായച്ചൻ ഹോസ്പിറ്റലാന്ന്. കഴിഞ്ഞ പ്രാവശ്യം ഈ പട്ടാളത്തിന് ഞാൻ സർവീസ് ഉണ്ടായ സമയത്ത് ഇതുപോലത്തെ ഒരു ശാപം പിടിച്ച ദിവസം ഉണ്ടായിരുന്നു. അതെനിക്ക് മറക്കാൻ പറ്റില്ല. അന്ന് ഞാനത് കലണ്ടറെ കുറിച്ചിട്ട് സമയം ഉണ്ടെങ്കിൽ ഞാനൊന്ന് പറഞ്ഞുതരാം. അയ്യോ തീരെ സമയമില്ല. എന്നാലും ഞാൻ പറയും. പണ്ട് കാനഡയിലായിരുന്ന സമയത്ത് ഈ ഞാൻ ഇന്ത്യയും ചൈനയും തമ്മിൽ മുട്ടനൊരു യുദ്ധം. ഒന്നടുപ്പിക്കാൻ പറ്റും. ഒരു ചെറിയ യുദ്ധം, ഒരു ഓണത്തല്ല്, അത് മതി. നിനക്കത് മതി. പറഞ്ഞോ. ഞാനപ്പോ ഈ ചൈന പട്ടാളത്തിന് ഇങ്ങനെ ഹെലികോപ്റ്റർ ഫയർ ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് എന്റെ ഹെലികോപ്റ്ററിന്റെ പ്രൊപ്പല്ലർ തീർന്നു. എന്റെ ഞാൻ മടക്കോന്നും വന്ന് വീണത് ഈ പൂഴിമണിന്റെ പുറത്ത് കമന്നടിച്ച് ഒറ്റ വീഴ്ചയായിരുന്നു. അപ്പൊ ചൈനയിലല്ലേ വീണത്? ചൈനയിലെ പൂഴിമണിലാ വീണത്. ഞാൻ കണ്ണു കളിച്ച് നോക്കുമ്പോ കാണുന്ന കാഴ്ച അറിയാവോ? ഒരു 10-25 ചൈന പട്ടാളം എന്റെ നേരെ തോക്ക് ചൂണ്ടിട്ട് നിൽക്കേ. എന്ത് ചെയ്യും? സാറല്ലേ അവിടെ? സാറെന്തെങ്കിലും ചെയ്യും, രക്ഷപ്പെടണ്ടേ? അത് തന്നെ ഞാനും ആലോചിച്ചോണ്ടിരിക്കണം. ഒന്നും ആലോചിച്ചില്ല, വീണ കിടപ്പില്ലേ കിടക്കണത്. എന്റെ കയ്യിൽ ആയുധമുണ്ടോ? ഞാൻ ആ പൂഴിമണിലൊന്ന് പരതി നോക്കി. അപ്പൊ ഒരു സാധനം എന്റെ കയ്യിൽ തടഞ്ഞു. എന്നതാ? ഇരട്ടക്കുഴൽ തുപ്പാക്കി. എവിടെ വെച്ച് തീർപ്പാക്കി? എങ്ങും വെച്ച് തീർപ്പാക്കിന്നല്ല, 2 കുഴലുള്ള ഒരു തോക്ക്. ഈ തോക്കെടുത്ത് ഞാൻ ചൈന പട്ടാളത്തിന് നേരെ നീട്ടിയതും അവർ 2 അടി പുറകിലേക്ക് മാറി. എന്താ ഇതിന്റെ ഉണ്ടാകോ 1.5 അടി മുന്നോട്ട് പോകുള്ള? അതല്ലടാ, പിന്നെ ഞാൻ ഇവന്മാർ ആരെങ്കിലും വെടിവെച്ച് കൊന്നിട്ടേ ചാവളം തീരുമാനിച്ചു. 2 കൽപ്പിച്ചു ഒറ്റ വെടിയായിരുന്നു. എന്നിട്ട് അവരെല്ലാവരും ചത്ത? ആര് ചാവാൻ? എടാ ഇതിനകത്ത് ഉണ്ടായില്ലായിരുന്നു. 2 ബോണ്ട് എടുത്തിട്ടെ. ബോണ്ട് എടുത്ത് തോക്കിലിട്ട് വെച്ചാ പൊട്ടുവോ? അത്യാവശ്യം വായിലിട്ട് പൊട്ടിക്കണ്ടല്ലോ, കടകൊടുത്ത് വായിലിട്ടോ. ഇതിന്റെ ഫ്ലോ കളയല്ലേ. അപ്പൊ ഞാൻ അവിടെ കിടക്കുകയല്ലേ, രക്ഷപ്പെടണ്ടേ? ഞാനാ പെട്ട്. സാറെങ്കിലും ഒന്ന് രക്ഷപ്പെടും. എന്ത് ചെയ്യും എന്നോട് ചോദിച്ചാ? അങ്ങ് ചൈനയിലല്ലേ, ഞാനിവിടെ ചായക്കടയല്ലേ. എനിക്കൊരു ഐഡിയ തോന്നി. ഞാൻ തലവലിക്കോട്ട് ഈ കൈ 2 തലയും കൂടി യൂണിഫോമിനകത്തേക്ക് വലിച്ചിറക്കി വെച്ചു. എന്നിട്ട് ഈ കാലിന്റെ പെരുവരൽ കൊണ്ട് പുറത്തെ മണ്ണിങ്ങനെ ഒഴിച്ചുണ്ടാക്കി. എന്നിട്ട് ഈ പാമ്പ് പടം പൊറിക്കണ കൂട്ട് ഈ യൂണിഫോമിനകത്ത് ഇങ്ങനെ ഊർന്നൂർന്ന് കുഴിയിലേക്ക് നിന്നിട്ട് കുറച്ച് മണ്ണുവാരി തലയിട്ട് എന്നിട്ട് ഞാൻ പയ്യെ മുങ്ങാൻ വിട്ട് വേറൊരു സ്ഥലത്ത് പോയി രക്ഷപ്പെട്ട്. ഒരു കാര്യം പറയുമ്പോ തലക്ക് ചൊറി കുടിക്കണേ. പക്ഷെ ഒരു സംഭവം ഉണ്ട്, ഇപ്പോഴും അവന്മാർ ആ തോക്കും ചൂണ്ടിക്കൊണ്ട് അവിടെ നിൽക്കുക. അതെന്നാ? എടാ ഞാൻ ഇപ്പോഴും ആ യൂണിഫോമിനകത്തോണ്ടെന്നാണ് ആ മണ്ടന്മാരുടെ വിചാരം. പൊട്ടന്മാര് ഒരു കാര്യം പറയുമ്പോ ഇങ്ങനെ തുറന്നിരിഞ്ഞാണോ തിരിഞ്ഞല്ല, വിക്കിറക്കി പോയതാ. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് മറക്കാൻ പറ്റുന്ന ശാപം പിടിച്ച ദിവസമാണ് അത്. ഞാൻ അന്ന് തന്നെ കലണ്ടറിൽ കുറിച്ചിട്ടായിരുന്നു. എല്ലാവർക്കും ഉണ്ടാവും ഒരു ശാപം പിടിച്ച ദിവസം. അല്ലെ എല്ലാവർക്കും ഒരു ശാപം കിട്ടിയ ദിവസം ഉണ്ടാവില്ല. എനിക്ക് ശാപം കിട്ടിയ ദിവസം ഇല്ല, അത് ഞാനൊന്ന് കുറിച്ചിട്ടതാ.